നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ്. തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ക്രൈസ്തവ സമൂഹം ഒരുങ്ങി. CCTV പ്രേക്ഷകർക്കായി ക്രിസ്മസ് ആശംസകൾ നേർന്ന് ഇടയശ്രേഷ്ഠർ. അരിയന്നൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രികൻ മരിച്ചത് കണ്ടാണശ്ശേരി മണപ്പറമ്പിൽ കുഞ്ഞുകുട്ടൻ എന്ന ശ്രീനിവാസൻ. അപകടം ഞായറാഴ്ച രാവിലെ 8 മണിയോടെ മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപം. പ്രസിദ്ധമായ നെല്ലുവായി വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഞായറാഴ്ച രാവിലെ 7:15 ദ്വാദശി പണം സ്വീകരിക്കൽ, ദ്വാദശി ഊട്ട് എന്നീ ചടങ്ങോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. ആദ്യം ക്രിസ്തുമസ് വിശേഷം. ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ഒരുങ്ങി ലോക ജനത. പ്രാർത്ഥനകളും ഉപവാസവും അനുഷ്ഠിച്ച് നോമ്പ് നോറ്റ ക്രൈസ്തവ സമൂഹം ലോകരക്ഷകന്റെ ജനനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ്. ഭൂമിയിൽ നന്മ നിറഞ്ഞവർക്ക് സമാധാനം. ലോകത്തിന് മുഴുവൻ സംഭവിക്കാനിരിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഈ വിധം 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേം താഴ്വരയിൽ രാത്രികാലത്ത് ആടുമാടുകളെ മേയിച്ചു കഴിഞ്ഞിരുന്ന ഇടയന്മാർക്കുമുണ്ടായി. ദർശനത്തിൽ സകല ജനത്തിനോടുമായി നടത്തിയ സദ്വാർത്ത സ്വാർത്ഥകമായതിന്റെ സ്മരണയിലാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എളിമയുടെ പുൽത്തൊട്ടിയിൽ പിറന്ന മനുഷ്യരാശിയുടെ രക്ഷകൻ ബത്ലഹേമിൽ സത്രത്തിലെ പുൽത്തൊഴുത്തിൽ പിറവിയെടുക്കുകയും പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞുകിടക്കുകയും ചെയ്യുന്നത് കാണാനായി കിഴക്കുദിക്കിലെ നക്ഷത്രോദയം ദർശിച്ച ജ്ഞാനികളും ദൈവിക ദർശനമനുസരിച്ചെത്തിയ ആട്ടിടയന്മാരും വന്നെത്തുകയായിരുന്നു. മനുഷ്യരക്ഷയ്ക്കായി ഉദയം കൊള്ളുന്ന നക്ഷത്രജന്മങ്ങൾ രാജകൊട്ടാരങ്ങളിൽ നിന്നല്ല, കർഷകരുടെ, തൊഴിലാളികളുടെ, അധ്വാനിക്കുന്ന ജനവർഗങ്ങൾക്കിടയിൽ നിന്നാണ് പിറവിയെടുക്കുന്നത് എന്ന സന്ദേശം 2000 വർഷം മുൻപ് തന്നെ ക്രിസ്തുദേവന്റെ പിറവിയോടെ സമൂഹത്തിന് നൽകാനായിരുന്നു. ചരിത്രത്തിൽ ഇടം നേടിയ രക്ഷാപുരുഷൻ ദൈവപുത്രൻ യേശുക്രിസ്തു. ആ ദിവ്യജനനത്തിലൂടെ സദ്വാർത്തയായ ക്രിസ്മസ് അഥവാ തിരുപ്പിറവി കാലദേശാതീതമായി കൊണ്ടാടപ്പെടുന്നു. ദേശാതിർത്തികളുടെ വിഭജനമില്ലാതെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജാതിമത വർണ്ണ വർഗാദി ചിന്തകൾ വെടിഞ്ഞ സകല മനുഷ്യരും ആനന്ദിക്കുന്ന സദ്വാർത്ത, അതാണ് ക്രിസ്മസിന്റെ മഹത്വം. ചേരിത്തിരിവുകളും മനുഷ്യർക്കിടയിൽ കലഹങ്ങളും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധസന്നാഹങ്ങളും വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് മാനവികതയുടെ ഏകതാബോധം വളരേണ്ടത് ക്രിസ്തുദേവന്റെ ധന്യജീവിതം വെളിപ്പെടുത്തുന്ന ദർശന മഹിമയിലാണ്. ന്യൂസ് ഡെസ്ക് CCTV. മാറ്റങ്ങൾക്കായി സ്വയം മാറ്റപ്പെട്ടവന്റെ ജനനം ആഘോഷിക്കുമ്പോൾ വിശ്വാസികളുടെ ജീവിത സമീപനങ്ങളിലും മാറ്റത്തിന്റെ മാറ്റുലികൾ ഉണ്ടാകണമെന്ന് ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറന്മാർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കിസ് ബാവ പറഞ്ഞു. വിശ്വാസികൾക്കായി സന്ദേശം നൽകുകയായിരുന്നു പാത്രിയാർക്കിസ് ബാവ. For unto us a child is born, unto us a son is given, and the government will be upon his shoulders, and his name will be called Wonderful, Counselor, Mighty God, Everlasting Father, Prince of Peace. The prophecy of Isaiah chapter 9. Dearly beloved in Christ, as we prepare ourselves for the celebration of the birth of our Lord and Savior Jesus Christ, we are once again reminded of the reality of our broken world, the diminishing of faith of many leading to the denial of the existence of God offers an easy path towards self-destruction. Man is distancing himself from God, distorting thus the image of God after which he was created by rejecting God's work in his life. മനുഷ്യർ ആത്മീയ മൂല്യങ്ങളിലും സമാധാനത്തിലും വളരണമെന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിൽമാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. CCTV പ്രേക്ഷകർക്ക് ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലീത്ത. മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം മനുഷ്യനായി മാറിയ വലിയ ഓർമ്മയാണ് ക്രിസ്തുമസ്. അതുകൊണ്ടാവും സാധാരണക്കാരനായ ആട്ടിടയന്മാർ ഈ ലക്ഷാദൂതൻ്റെ ആദ്യ സാക്ഷികളാകുവാൻ ഇടയായത്. മഹാപുരോഹിതന്മാർ മാത്രം
അടുത്ത് ചെന്നിരുന്ന ഈ മഹനീയ സ്ഥാനത്തേക്ക് വെളിമ്പ്രദേശത്ത് ആട്ടിടയന്മാർ നടന്നു കയറിയപ്പോൾ മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിലും വെളിപ്രദേശത്ത് താമസിക്കുന്ന ആട്ടിടയന്മാരായുണ്ട് നാട്ടുകാരും വീട്ടുകാരും ഇല്ലാത്ത ഭരണചക്രത്തിൻ്റെ പങ്കുകാരല്ലാത്ത ഇടയന്മാർ. അവർക്ക് വാർത്തയുടെ ദൂത് ലഭിക്കുന്നത് ആയിത്തീരണം ഈ ക്രിസ്തുമസ്. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തു തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ CCTV പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രത്യാശയുടെ വെളിച്ചം ലോകത്തിന് സമ്മാനിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പോലീത്ത. ഒരിക്കൽ കൂടി ക്രിസ്തുമസ് പുതുവത്സര കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു. നമ്മുടെ ഉത്സവങ്ങളെല്ലാം അത് ക്രിസ്തു ജയന്തിയായാലും കൃഷ്ണ ജയന്തിയായാലും നബിദിനമായാലും അതുപോലെ തന്നെ മറ്റ് ഏത് മഹത് വ്യക്തിത്വങ്ങളുടെയും ജനനം മരണം ഇതെല്ലാം നാം വളരെ തുറന്ന മനസ്സോടെ വിഭാഗീയതകളില്ലാതെ സമസ്ത ലോകത്തിന് സൗഖ്യമുണ്ടാകട്ടെ എന്ന ആശംസകളോടെയും പ്രാർത്ഥനയോടെയുമാണ് കൊണ്ടാടുന്നത്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് CCTVയിൽ നിന്ന് നമ്മുടെ സന്ദേശം എടുക്കുവാൻ വന്നതിലുള്ള സന്തോഷം അതിൻ്റെ പ്രവർത്തകരെ അറിയിക്കുന്നു. CCTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സർവ്വ മംഗളങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തന്നെ ലോകത്തിന് സമ്മാനമായി നൽകിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തിരുപ്പിറവിയെന്ന് മർത്തോമ സഭയുടെ എപ്പിസ്കോപ്പ സക്കറിയ മാർ അപ്രേം പറഞ്ഞു. സന്ദേശത്തിലേക്ക്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു ക്രിസ്തുമസ് കാലം കൂടെ ആഗതമായിരിക്കുന്നു. തങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതാണ്. സമ്പത്തും സമ്മാനവും തമ്മിലുള്ള വ്യത്യാസം, സമ്പത്ത് നാം നമുക്ക് വേണ്ടി കൂട്ടിവെക്കുന്നതാണ്. സമ്മാനം നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതാണ്. ക്രിസ്തുമസ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവം മനുഷ്യനായി ലോകത്തിൽ പിറന്നപ്പോൾ മനുഷ്യരായ നമുക്ക് ദൈവം നൽകിയ അതേ ചേതോവികാരത്തോടെ ദൈവം തന്നെ നമുക്ക് പങ്കുവച്ചപ്പോൾ നമ്മളെപ്പോലെ ഭാഗ്യമല്ലാത്തവർക്ക് വേണ്ടി നമ്മളെ തന്നെ പങ്കുവെക്കുന്നതിനുള്ള വെല്ലുവിളിയാണ്. CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. മാനവികതയുടെ സന്ദേശം പകർന്നതാണ് ക്രിസ്മസ് ആഘോഷമെന്നും നാടിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ ഒരുമയോടെയുള്ള മനസ്സാർജിക്കാൻ ആഘോഷക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് കുന്നംകുളം MLA AC മൊയ്തീൻ പറഞ്ഞു. ലോകത്തിന് സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിച്ച യേശുദേവൻ്റെ പിറവി ദിനം വീണ്ടും വരികയാണ്. നമ്മുടെ നാടിനും നാട്ടുകാർക്കും യേശുവിനെ ഓർത്തിരിക്കേണ്ട സന്ദർഭങ്ങളിലൊന്നാണിത്. തീർച്ചയായും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ പുലരാൻ നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരുമിച്ച് നിൽപ്പ് കൂടി ഈ ക്രിസ്മസ് ദിനം നമ്മൾ ഓർമ്മപ്പെടുത്തുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ നാടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ 2024 നമുക്ക് അവസരമുണ്ടാകട്ടെ. എല്ലാ CCTV പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. CCTV അവതരിപ്പിക്കുന്ന ക്രിസ്മസ് കരോൾ ഗീതങ്ങളുടെ സംപ്രേഷണം തിങ്കളാഴ്ച രാവിലെ 10:00-ക്കും
വൈകിട്ട് 5:30 ന്യൂസ് ചാനലിലൂടെ ആസ്വദിക്കാം. മേഖലയിലെ വിവിധ ടീമുകൾ CCTV സ്റ്റുഡിയോയിലെത്തി ആലപിച്ച ഗാനങ്ങളാണ് സംപ്രേഷണം ചെയ്യുന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷൻ, പള്ളി കമ്മിറ്റി കൊയർ സംഘങ്ങളും കരോൾ ഗാനങ്ങൾ ആലപിക്കാനായി എത്തിയിരുന്നു. ഇന്ന് രാത്രി 10:30 ആദ്യ സംപ്രേഷണം. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ് തലേന്നും കഴിഞ്ഞ ദിവസങ്ങളിലും തിരുപ്പിറവി ആഘോഷങ്ങൾ സജീവമായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ കോട്ടപ്പടി ഇടവകയിൽ ക്രിസ്മസ് സന്ദേശ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഇടവകയിലെ 40ഓളം കുട്ടികൾ 5 കേന്ദ്രങ്ങളിലായാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഗോഡ്വിൻ കിഴക്കോടൻ, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, MF വിൻസെന്റ്, ഡേസൺ പഴുന്നാന, ലിൻഡോ ചാക്കോ, PRO ജോബ്സി ആൻഡ്രൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് വനിതാ വിംഗ് ക്രിസ്മസ് കരോൾ നടത്തി. വാദ്യമേളങ്ങളും ക്രിസ്മസ് പാപ്പമാരും അടങ്ങിയ കരോൾ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് ഔട്ടർ റിംഗ് റോഡിലൂടെ മഞ്ജുളാൽ പരിസരത്ത് സമാപിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PI ആന്റോ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ, നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സുബിത മഞ്ജു, ട്രഷറർ രാഗി ഷാജൻ, ബീന കൃഷ്ണകുമാർ, AV ജയരാജ്, N രാജൻ, ഷാജി അതിരിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാണിപ്പയൂർ മനയുടെ ഗ്രന്ഥാലയത്തിൽ നിന്നും ബദനി ആശ്രമത്തിന്റെ വിദ്യാലയങ്ങളിലേക്ക് ക്രിസ്മസ് ആശംസകളുമായി അപൂർവ സമ്മാനമെത്തി. കാണിപ്പയൂർ മനയുടെ ഗ്രന്ഥാലയത്തിന്റെ ചുമതലയുള്ള കാണിപ്പയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മനയുടെ മാനേജർ N ഗിരീഷ് കുമാർ എന്നിവർ ബദനി കോളേജിലെത്തിയാണ് പുസ്തകശേഖരം സമ്മാനിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, കോളേജ് അധ്യാപിക റോസ്മേരി ജോർജ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഭാരതീയ പൗരാണിക വിജ്ഞാനശാഖയിലെ പുസ്തക ശേഖരണമാണ് കൈമാറിയത്. സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള 7000ഓളം അപൂർവ ഗ്രന്ഥങ്ങളുടെ ശേഖരം കാണിപ്പയൂർ ഗ്രന്ഥാലയത്തിലുണ്ട്. ഇവയിൽ നിന്നും തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾക്കൊപ്പം സംസ്കൃതം, മലയാളം നിഘണ്ടു, അമരഭാരതി തുടങ്ങിയ പുസ്തകങ്ങളും കൈമാറിയവയിൽ ഉൾപ്പെടും. പുസ്തകങ്ങൾ ബഥാനിയ കോളേജ് ലൈബ്രറിയിൽ സൂക്ഷിക്കും. പൗരാണിക വിജ്ഞാനശാഖകളെല്ലാം കൂടിയിട്ട് അമരഭാരതി എന്നുള്ള പ്രഥമ പുസ്തകമാണ് ഈ പരമ്പരയിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ ഋഗ്വേദ ഭൂമിക, മൂന്നാമത്തെ യജുർവേദ സമീക്ഷ, അതേപോലെ അഥർവവേദ അവലോകം. അതിൻ്റെ ലക്ഷ്യം മലയാള ഭാഷയിലൂടെ മലയാളികളെ ഭാരതീയ സംസ്കാരം പരിചയപ്പെടുത്തുക. ക്രിസ്മസിനായി ഒരുങ്ങി പാലൂർ തീർത്ഥകേന്ദ്രം. ക്രിസ്മസിന് മുന്നോടിയായി കുടുംബ കൂട്ടായ്മകൾക്കുള്ള ക്രിസ്മസ് നക്ഷത്ര മത്സരം ആരംഭിക്കും. തുടർന്ന് ബോൺ നഥാലെ കരോൾ പ്രയാണം വൈകിട്ട് 5-ന് തീർത്ഥകേന്ദ്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് നഗരം ചുറ്റി ചാവക്കാട് നഗരസഭ കൂട്ടുങ്ങൽ ചതുരത്തിൽ സമാപനം കുറിക്കും. പ്രയാണത്തിന് കുടുംബ കൂട്ടായ്മകൾ ഒരുക്കുന്ന ടാബ്ലോ, കരോൾ നൃത്തം, ക്രിസ്മസ് പാപ്പകൾ എന്നിവ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിക്കും. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. പരിപാടികൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റോ രായപ്പൻ, ഇടവക ട്രസ്റ്റിമാരായ KJ പോൾ, CM ബാബു, സന്തോഷ് TJ, ജോഫി ജോസഫ്, സെക്രട്ടറിമാരായ ബിജു MA, ബിനു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകും. ക്രിസ്മസ് പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും 24-ാം തീയതി ഞായറാഴ്ച രാത്രി 11:30 ആരംഭിക്കും. തിരുകർമ്മങ്ങൾക്ക് മുന്നോടിയായി ക്രിസ്മസ് ഈവ് ഞായറാഴ്ച വൈകിട്ട് 9 മണി മുതൽ സംഘടിപ്പിക്കും. ക്രിസ്മസ് പുൽക്കൂട് ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്യും. മാതൃവേദി സംഘടിപ്പിക്കുന്ന ലക്കി മദർ, ലക്കി ചൈൽഡ് എന്നിവർക്കുള്ള നറുക്കെടുപ്പും, യൂത്ത് CLC സംഘടിപ്പിക്കുന്ന നാനോ ക്രിപ്പ് മത്സരവും, KCYM പാലൂർ സംഘടിപ്പിക്കുന്ന വീടുകളിലെ ക്രിപ്പ് മത്സരം എന്നിവയും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 7-ന് പാലൂർ തീർത്ഥകേന്ദ്രത്തിലും മമ്മിയൂർ മഠം കപ്പേളയിൽ 6:15-നും പാലുവായ് മഠം കപ്പേളയിൽ 7:30-നും വിശുദ്ധ ബലി ഉണ്ടായിരിക്കും. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാട് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികളുടെ വീട്ടിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കടപ്പുറം GVHSS സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജൻ കൃഷ്ണയുടെ വീട്ടിൽ വെച്ചാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ CG ബോഷി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടപ്പുറം ക്ലസ്റ്റർ കോർഡിനേറ്റർ OK സൗജ, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജി ചാക്കോ, GVHSS അധ്യാപിക, MPTA പ്രസിഡന്റ് മുംതാസ് എന്നിവർ സംസാരിച്ചു. കൂനമുച്ചി സത്സംഗിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ആഘോഷ ചടങ്ങ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത വിനോദ് അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷമീർ,
പഞ്ചായത്ത് അംഗം പി.കെ. അസീസ്, ഡോക്ടർ നിമിത തരകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ.ആർ. പ്രേംരാജ്, ബിഞ്ചു ജേക്കബ്, സത്സംഗ് ചെയർമാൻ മേജർ പി.ജെ. സ്റ്റൈജു എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് വിതരണവും കലാപരിപാടികളും നടന്നു. മറ്റം ഫൊറോന CLC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പമാണ് CLC യൂണിറ്റ് അംഗങ്ങൾ ക്രിസ്മസ് ആഘോഷം നടത്തിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ കരോൾ ഗാനങ്ങൾ ആലപിച്ച് വാർഡുകളിലൂടെ സഞ്ചരിച്ച CLC പ്രവർത്തകർ രോഗികൾക്ക് ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്ത് ആശംസകൾ കൈമാറി. CLC സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ ജ്യോതിസ്, സിസ്റ്റർ അലീന, അതിരൂപത CLCയുടെ നിയുക്ത സെക്രട്ടറി ഗ്ലോറിൻ ജോയ്, ഫൊറോന പ്രസിഡന്റ് CC ഡെൽവിൻ, സെക്രട്ടറി അബിയ ഖാദറിൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ബോൺ നത്താലെ സംഘടിപ്പിച്ചു. 100-ലേറെ ക്രിസ്മസ് പാപ്പമാരും വിവിധ ടാബ്ലോകളും അണിനിരന്നു. എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജോജു ആനക്കര നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോളും ക്രിസ്മസ് കിറ്റ് വിതരണവും നടത്തി. മേലയങ്ങാടി സെന്റ് ഗ്രിഗോറിയസ് കുരിശുപള്ളിയിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിച്ച ക്രിസ്മസ് കരോൾ ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. അലങ്കരിച്ച വാഹനത്തിൽ യൂണിറ്റ് വീടുകളിലെത്തി എല്ലാ അംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പകൾ മധുര വിതരണം നടത്തി. കരോൾ സമാപനത്തിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് CK ചെറിയാൻ, ജോയിന്റ് സെക്രട്ടറി ഷീജ ഷൈജൻ, ട്രഷറർ ശലമോൻ പുലിക്കോട്ടിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗം CV ഷാബു എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ കരോൾ അങ്ങാടിച്ചുറ്റി ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലും അങ്ങാടിച്ചുറ്റി റോഡ് ഷോയും നടന്നു. ഇടവക വികാരി ഫാദർ മത്തായി പനംകുറ്റിയിൽ, കൈസ്ഥാനി, CK പോൾസൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്മസിന്റെ ഭാഗമായി ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കരോൾ യാത്ര നടത്തി. പള്ളിയിലെ കുടുംബ യൂണിറ്റുകളിൽ ഉണ്ണിയേശുവിന്റെ രൂപവുമായി വീടുകളിലേക്ക് ശനിയാഴ്ച വൈകിട്ടായിരുന്നു കരോൾ യാത്ര നടത്തിയത്. വാഹനങ്ങളിൽ ക്രിസ്മസ് പാപ്പ വേഷങ്ങളണിഞ്ഞ് ദീപാലങ്കാരത്തോടുകൂടിയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. ഞായറാഴ്ച പള്ളിയിൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, യൂണിറ്റുകളുടെ ക്രിസ്മസ് ട്രീ അലങ്കാര മത്സരം എന്നിവ നടക്കും. വിജയിക്കുന്ന യൂണിറ്റിന് ക്യാഷ് പ്രൈസ് സമ്മാനിക്കും. രാത്രി 9:30 മുതൽ യൂണിറ്റുകളുടെ കരോൾ ഗാന മത്സരം നടക്കും. രാത്രി 11:30 പള്ളിയിൽ യേശുവിന്റെ പിറവി തിരുകർമ്മങ്ങൾ ആരംഭിക്കും. വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി കാർമ്മികത്വം വഹിക്കും. തിരുകർമ്മങ്ങൾക്കു ശേഷം എല്ലാവർക്കും കേക്ക് വിതരണവും ഉണ്ടാകും. ജീവകാരുണ്യ സംഘടനയായ സുകൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവെങ്കിടം കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൂട്ടായ്മയിൽ 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, പലവ്യഞ്ജന കിറ്റ്, കേക്ക്, ക്രിസ്മസ് സമ്മാനം എന്നിവ നൽകി. വിഭവസമൃദ്ധമായ ക്രിസ്മസ് വിരുന്നും ഒരുക്കിയിരുന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നവകേരള നഗരനയ കമ്മീഷൻ അംഗമായി നിയമിതനായ കൃഷ്ണദാസിനെ ആദരിച്ചു. ദർപ്പണം എന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗം പുറത്തിറക്കിയ PI സൈമണും ആദരവ് നൽകി. സുകൃതം വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെന്റ് ആന്റണീസ് പള്ളി ട്രസ്റ്റി VV ജോസ് ക്രിസ്മസ് സന്ദേശം നൽകി. നഗരസഭാ കൌൺസിലർമാരായ സുബിത സുധീർ, സിന്ധു ഉണ്ണി എന്നിവർ പെൻഷൻ വിതരണവും മാധ്യമപ്രവർത്തകരായ R. ജയകുമാർ, ലിജിത് തരകൻ എന്നിവർ പലവ്യഞ്ജന കിറ്റ് വിതരണവും നിർവഹിച്ചു. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട് ആമുഖ പ്രസംഗം നടത്തി. രക്ഷാധികാരി ഡോക്ടർ നിക്കോളാസ് വി ലാസർ, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, സെക്രട്ടറി മേഴ്സി ജോയ്, കൊച്ചുമേരി നിക്കോളാസ്, ഹൃദ്യ ശ്രീലകം എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സ്നേഹാലയം ഭദ്രവിദ്യാലയത്തിൽ കുട്ടികളും ജീവനക്കാരും മാതാപിതാക്കളും സംയുക്തമായി ക്രിസ്തുമസ് ദിനാഘോഷം നടത്തി. വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി. സ്കൂളിലെ ജീവനക്കാർ ആലപിച്ച ക്രിസ്മസ് ഗാനവും ക്രിസ്മസ് പാപ്പമാരുടെ നൃത്തവും ചടങ്ങിന് ആകർഷകമായി. ബലൂൺ ആർട്ടിസ്റ്റ് റിജി നടത്തിയ ബലൂൺ വർക്ക് കുട്ടികൾക്ക് കൗതുകമായി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. യോഗത്തിൽ പ്രധാനാധ്യാപിക ലിസി ടീച്ചർ, CMS PG LPS പ്രധാനാധ്യാപിക ഷീജ ടീച്ചർ, ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രേംസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആഘോഷം സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ക്രിസ്മസ് സന്ദേശം അറിയിച്ച് ചാലിശ്ശേരി അങ്ങാടി ചുറ്റി നയനമനോഹര കാഴ്ചയൊരുക്കി റോഡ് ഷോയും നടത്തി. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്രിസ്മസ് പാപ്പകളും ചട്ടയും മുണ്ടുമണിഞ്ഞ യുവതികളുടെ മാർഗം കളിയും കൗതുകമായി. ഇടവക വിശ്വാസികളും കരോൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ടാബ്ലോയും ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി ടോം A. ജോർജ്, ട്രഷറർ ബോബൻ പോൾസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഉണ്ണിയേശുവിന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്മസ് കരോൾ ആഘോഷങ്ങൾ സമാപിച്ചു. MPPM സൺഡേ സ്കൂൾ പള്ളിക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള ക്രിസ്മസ് കരോൾ
വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കേക്ക് മുറിച്ച് സമാപനം നിർവഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് വിവിധ കുടുംബ യൂണിറ്റുകളുടെ പുൽക്കൂട് മത്സരവും മധുഭാ ശുശ്രൂഷ സംഘത്തിന്റെ ദീപാലങ്കാരവും ഉണ്ടായി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് തിരുജന ശുശ്രൂഷകൾ, തീജ്വാല ശുശ്രൂഷ, കുർബാന, പ്രദക്ഷിണം, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. ക്രിസ്മസ് ദിവസം തിങ്കളാഴ്ച MPPM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 7-ന് യാക്കോബായ സുറിയാനി ചാപ്പൽ അങ്കണത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ക്രൈസ്തവ സഭയിലെ പള്ളി കൊയർ ടീമുകൾ പങ്കെടുക്കുന്ന ഷാൻഡീലിയോ 2023 എക്യൂമെനിക്കൽ കരോൾ ഗാനസന്ധ്യയും നടക്കും. ആഘോഷങ്ങൾക്ക് വികാരി എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ സാന്റ റാലി ഓഫർത്ത 2023 ഡിസംബർ 25-ന് സംഘടിപ്പിക്കും. വൈകിട്ട് 3 മണിക്ക് കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ UK ഷാജഹാൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കുന്നംകുളം പട്ടണത്തിലൂടെ കടന്നുപോവും. പള്ളിയിൽ സമാപിക്കും. തുടർന്ന് സംഗീത വിരുന്നുണ്ടാകും. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയാകും. 3000-ലധികം ക്രിസ്മസ് പാപ്പമാരും മാലാഖമാരും വർണ്ണശബളമായ സാന്റ റാലിയിൽ പങ്കെടുക്കും. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈക്കാരൻ ബാബു ഇട്ടൂപ്പ്, സെക്രട്ടറി BB മജീഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങണ്ടൂർ പോപ്പീസ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്വരൂപിച്ച വിഭവങ്ങൾ അന്തേവാസികൾക്ക് നൽകി. പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുകൂട്ടിയത്. പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ, ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റ് PK അബൂബക്കർ, റിയാസുദ്ദീൻ, ജോയൽ, ദിവ്യ, സജിന, സെൽമ, വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK മാത്യു അധ്യക്ഷനായി. സെക്രട്ടറി KC ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ വേണു അമ്പലപ്പാട്ട്, TG സുന്ദർലാൽ, ബിജു ആൽഫ, മുരളി വടക്കൂട്ട്, സോമൻ തളി, മനോജ് വർമ്മ, നിതീഷ് വേലൂർ, ഇബ്രാഹിം പഴവൂർ, ശർമാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മറ്റു വാർത്തകൾ. ക്രിസ്മസ് പുതുവത്സര ചന്ത ആരംഭിക്കാത്തതിലും അവശ്യ സാധനങ്ങൾ ഈ ഉത്സവകാലത്ത് നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് CMP കുന്നംകുളം ഏരിയ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി. CMP ജില്ലാ സെക്രട്ടറി ജയസിംഗ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സുദേശ് കുമാർ അധ്യക്ഷനായി. CMP ഏരിയ സെക്രട്ടറി VG അനിൽ, KC ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ കൗൺസിലർ മോഹിനി ഷാജൻ സ്വാഗതവും RS ബിജോയ് നന്ദിയും പറഞ്ഞു. അജിതൻ MK, ബിന്ദു, നിഖിൽ CV എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രികൻ മരിച്ചു. കണ്ടാണശ്ശേരി മണപ്പറമ്പിൽ കുഞ്ഞുകുട്ടൻ എന്ന ശ്രീനിവാസനാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ അരിയനൂർ മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ശബരിമല ദർശനം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്തെ കലുങ്കിടിച്ച് തകർത്താണ് കുഞ്ഞുകുട്ടന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ കാനയിലേക്ക് തെറിച്ചുവീണ കുഞ്ഞുകുട്ടൻ തൽക്ഷണം മരിച്ചു. കാറിലെ യാത്രികരായ കോഴിക്കോട് താഴെ മാറാട് പ്രബീഷ്, കുന്നമംഗലം തീയംകണ്ടിയിൽ ഷനോജ് എന്നിവർക്കും പരിക്കുണ്ട്. മരിച്ച കുഞ്ഞുകുട്ടനെയും പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള കുഞ്ഞുകുട്ടന്റെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഭവനത്തിലെത്തിച്ച പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. രാഗിയാണ് കുഞ്ഞുകുട്ടന്റെ ഭാര്യ. അനഘ മകളാണ്. CCTV ന്യൂസ്, കേച്ചേരി. പ്രസിദ്ധമായ നെല്ലുവായി വൈകുണ്ഠ ഏകാദശി മഹോത്സവം സമാപിച്ചു. ഇന്ന് രാവിലെ 7:15 ദ്വാദശി പണം സ്വീകരിക്കൽ, ദ്വാദശി ഊട്ട് എന്നീ ചടങ്ങുകൾ നടന്നതോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് ഏകാദശി ആഘോഷിച്ചത്. ഇന്നലെ രാത്രി 10-ന് വിളക്കിന് എഴുന്നള്ളിപ്പ്, ഡബിൾ തായമ്പക, തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം എന്നിവയും നാദസ്വര കച്ചേരിയും ഉണ്ടായി.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി ലഭിച്ച 1.18 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ നശിപ്പിക്കാൻ നീക്കം. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം ഭക്തർ ഇവ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഈ നോട്ടുകൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം പല പ്രാവശ്യം റിസർവ് ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ നിരോധിത നോട്ടുകൾ സ്വീകരിക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായില്ല. തുടർന്നാണ് നോട്ടുകൾ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ദേവസ്വം ആലോചിച്ചത്. ദേവസ്വത്തിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള 1,18,29,500 രൂപയുടെ നിരോധിത നോട്ടുകൾ നശിപ്പിക്കാൻ അനുമതിക്കായി ദേവസ്വം കമ്മീഷണർക്ക് കത്തയച്ചു. 2017 മുതൽ 2023 ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം 1000-ന്റെ 4,906 നോട്ടുകളും 500-ന്റെ 13,847 നോട്ടുകളുമാണ് ഉള്ളത്. ഇവ സൂക്ഷിക്കുന്നത് ദേവസ്വത്തിന് വലിയ ബാധ്യതയാണ്. കമ്മീഷണറുടെ അനുമതി ലഭിച്ചാലുടൻ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന തരത്തിൽ നോട്ടുകൾ നശിപ്പിക്കും. പ്ലാസ്റ്റിക് കൺട്രോൾ മിഷനും പ്ലാന്റ് ട്രീ ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ പാറ്റ് അവാർഡ് 2023 പാറ്റ് ടാഗോർ പുരസ്കാരം 2023 കൊച്ചന്നൂർ സ്വദേശി മുസ്തഫ പെരുമ്പറമ്പത്ത് രചിച്ച ഭാഷ ബുക്സ് പ്രസിദ്ധീകരിച്ച നാലോറ പുരാണം എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു. ഡിസംബർ 23 ശനിയാഴ്ച ഇലഞ്ഞി സെന്റ് ഫിലോമിന സ്കൂളിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ പ്രശംസാപത്രവും പുരസ്കാരവും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറും സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറുമായ ഡോക്ടർ സാബു തോമസിൽ നിന്ന് മുസ്തഫ പെരുമ്പറമ്പത്തിന്റെ മകൻ മുഹമ്മദ് മുസമ്മിൽ ഏറ്റുവാങ്ങി. തിരുവപ്പട്ടി നാട്ടുകൂട്ടം കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാവിലെ പാട്ട് മത്സരം എന്ന പേരിൽ കരോക്കെ ഗാനാലാപന മത്സരം നവ്യാനുഭവമായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഷാജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് തിരുവപ്പട്ടി, സമിതി സെക്രട്ടറി സജി പാഞ്ചു, ട്രഷറർ TS മനു എന്നിവർ സംസാരിച്ചു. 25 ഗായകരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സനൽ ശശീന്ദ്രൻ, രാജേഷ് അപ്പുക്കുട്ടൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. സുവർണ രാജേഷ് 1ാം സ്ഥാനവും സുധീഷ് കുന്നംകുളം 2ാം സ്ഥാനവും ശ്രീലക്ഷ്മി തിച്ചൂർ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഇരുവപ്പട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, മേജർ KP ജോസഫ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. വെളിയൻകോട് അണ്ടിപ്പാട്ടിൽ മുഹമ്മദ് ബഷീർ, അയ്യോട്ടിച്ചിറ ചെറുവളപ്പിൽ ഡിസംബർ 13 വെളിയൻകോട് കുറ്റിയാടി റിയാസ് എന്നിവരാണ് പിടിയിലായത്. ഡിസംബർ 13 കായംകുളം കറ്റാനത്ത് GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹന പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്നിരുന്നു. നൂറനാട് മാർക്കറ്റ് ജംഗ്ഷനിൽ വാഹനം പിടികൂടിയപ്പോൾ ഡ്രൈവറും സഹായിയും വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വാഹനം പരിശോധിച്ചതിൽ 40 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഹാൻഡ്സ് കൂൾ ഇനത്തിൽപ്പെടുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് നിലവിൽ മാർക്കറ്റിൽ 30 ലക്ഷത്തോളം രൂപ വില വരും. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തെക്കൻ ജില്ലകളിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങുന്ന പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടിൽ വൻ തുകയ്ക്കാണ് വിറ്റഴിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കിടയിൽ വരെ ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി. CCTV ന്യൂസ് പുന്നയൂർകുളം. ഏഷ്യൻ സീനിയർ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ വടക്കേക്കാട് സ്വദേശി പ്രഭാകരൻ പൊന്നേങ്കാട്ടിൽ നാടിന് അഭിമാനമായി. വിയറ്റ്നാം ഡാനാങ്ങിലാണ് ഏഷ്യൻ സീനിയർ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നത്. ഡിസംബർ 7 മുതൽ 12 വരെയായിരുന്നു കായികമേള. 25 വർഷമായി UAE കമ്പനി നടത്തുന്ന പ്രഭാകരൻ ജന്മനാടിനു വേണ്ടിയാണ് ജേഴ്സി അണിഞ്ഞത്. സിംഗിൾസ്, ഡബിൾസ് ആൻഡ് മിക്സ്ഡ് ഡബിൾസ് ബോൺസ് എന്നിവയിലാണ് വെങ്കലം നേടിയത്. സെമിയിൽ ലോകോത്തര 1ാം നമ്പർ ബാഡ്മിന്റൺ താരം ജോക്കോ സുപ്രിയാൻ എന്ന ഇന്തോനേഷ്യൻ താരവുമായാണ് ഏറ്റുമുട്ടിയത്. ഡബിൾസിൽ കോട്ടയം സ്വദേശി ജെയിംസ് വർഗീസും ചെന്നൈ സ്വദേശിനി സുസന്നെ വേഗ്ലെറ്റ് എന്നിവരുമായിരുന്നു സഹതാരങ്ങൾ. വടക്കേക്കാട് തിരുവളയന്നൂർ സ്വദേശിയായ പ്രഭാകരൻ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് വടക്കേക്കാടിന്റെ 1980-90കളിലെ അഭിമാന താരമായിരുന്നു. പുനേർകുളം സ്വദേശിനി ഉഷയാണ് ഭാര്യ. വിഷ്ണു, നീതു എന്നിവർ മക്കളാണ്. കുടുംബസമേതം UAEയിലാണ് താമസം. പ്രഭാകരന്റെ നാട്ടിലേക്കുള്ള വരവിൽ സ്വീകരണം നൽകാൻ കാത്തിരിക്കുകയാണ് ബ്രദേഴ്സ് ക്ലബ്ബ്. 1980-90 സഹപ്രവർത്തകർ. CCTV ന്യൂസ് പുന്നയൂർകുളം. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ യാതൊരുവിധ പ്രകോപനവും കൂടാതെ ഗ്രനേഡ് ഉപയോഗിക്കുകയും ചെയ്ത പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കിഴക്കേങ്ങാടിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK കബീർ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, KR രാധിക
MC ഐജു, PS സുനീഷ്, സഫീന ആസിസ്, ഫ്രിജോ വടക്കൂട്ട്, PM യൂസഫ്, രഘു കരിയന്നൂർ, PK മാധവൻ, അമൃത ഷിജു, TN നമ്പീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിന് ഭക്തജന തിരക്ക്. ഡിസംബർ 14 മുതൽ തിരുവാതിര ആഘോഷിക്കുന്ന ഡിസംബർ 27 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായാണ് അന്നദാനം നടത്തുന്നത്. ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെ ഭക്തജനങ്ങൾക്ക് ഉപ്പുമാവും, 9 മണി മുതൽ 11:30 വരെ കഞ്ഞിയും പുഴുക്കും, 12 മണി മുതൽ ചോറുമാണ് വിതരണം ചെയ്തു വരുന്നത്. ചോറിനൊപ്പം സാമ്പാറും, അവിയൽ, കൂട്ടുകറി, കാളൻ, അച്ചാർ, രസം, മോര്, പപ്പടം തുടങ്ങിയ വിഭവങ്ങളാണ് വിളമ്പുന്നത്. വൈകിട്ട് 7:30 മുതൽ രാത്രി 10 മണി വരെയും ചോറ് വിതരണം ചെയ്തു വരുന്നുണ്ട്. ഭക്തജനങ്ങൾ സമർപ്പിച്ച അരി, മുതിര, പയർ, കൂവപ്പൊടി, പപ്പടം, വെളിച്ചെണ്ണ തുടങ്ങിയ പലചരക്ക് സാധനങ്ങളും ഇടിച്ചക്കയടക്കമുള്ള പച്ചക്കറികളും ഉപയോഗിച്ചാണ് ഭക്ഷണം ഒരുക്കുന്നത്. ഭക്തർ സമർപ്പിച്ച 2 വലിയ ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 12 ദിവസവും പ്രസാദ ഊട്ട് വിതരണം ചെയ്യുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗ്രനേഡ് പ്രയോഗിക്കുകയും ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്ത പോലീസിന്റെ നടപടിക്കെതിരെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പന്തംകുളത്ത് പ്രകടനം നടത്തി. മുനിസിപ്പൽ ചതുരത്നം ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ സിറ്റി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം KPCC മുൻ അംഗം CA ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. PV ബദറുദ്ദീൻ, KV സത്താർ, MS ശിവദാസ്, HM നൌഫൽ, തേർലി അശോകൻ, ജമാൽ താമരത്ത്, KB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നവരെയും മാലിന്യം നിക്ഷേപിക്കുന്നവരെയും കണ്ടെത്തുവാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മുന്നറിയിപ്പ് ബോർഡുകളും ചിത്രങ്ങളും അവഗണിച്ച് ഇതിന് സമീപത്തും മലമൂത്ര വിസർജനം നടത്തുന്നത് വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ചൂണ്ടിക്കാട്ടി. നഗരസഭാ ബോധവൽക്കരണത്തിനായി പണം ചിലവാക്കി മതിലുകളിലും മറ്റും ബഹുവർണ്ണ ചിത്രങ്ങളും മുന്നറിയിപ്പുകളും ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നോക്കുകുത്തികളാവുകയാണെന്നും ശോഭ പരാതിപ്പെട്ടു. ഇത്തരക്കാരെ പിടികൂടി മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുന്നതിനായി നഗരത്തിൽ ക്യാമറ സ്ഥാപിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. കൊതുക് നശീകരണത്തിന് ഫോഗിംഗ് നടത്തണമെന്ന് കൌൺസിലർ രേണുകാ ശങ്കർ ആവശ്യപ്പെട്ടു. ഫോഗിംഗ് നടത്താത്തതിനാൽ മേഖലയിൽ കൊതുക് ശല്യം രൂക്ഷമാണ്. കൊതുക് കടിയേൽക്കുന്നവരിൽ വ്രണങ്ങൾ രൂപപ്പെടുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഫോഗിംഗ് നടത്താൻ നഗരസഭ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ വിവിധ ആവശ്യങ്ങൾക്ക് പണം നൽകുന്നതിന് ചെയർമാൻ മുൻകൂർ അനുമതി നൽകുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് പ്രൊഫസർ PK ശാന്തകുമാരി പറഞ്ഞു. അജണ്ടയിൽ വ്യാപകമായ തെറ്റുകൾ കടന്നുകൂടുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്നും ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭ നടത്തിവരാറുള്ള പുഷ്പോത്സവം പൂർവാധികം ഭംഗിയോടെ നടത്താനും തീരുമാനിച്ചു. മുൻ മന്ത്രി KP വിശ്വനാഥൻ, CPI നേതാവ് കാനം രാജേന്ദ്രൻ എന്നിവരുടെ നിര്യാണത്തിൽ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പറുമായ MM സലീമിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അച്ചടക്ക ലംഘനം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 145 ബൂത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റും നിലവിലെ BLOയുമായ സെബാസ്റ്റ്യനെ സലിം വർദ്ധിച്ചുവെന്ന പരാതിയിലാണ് DCCയുടെ നടപടി. എരുമപ്പെട്ടിയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട DCCയുടെ കത്ത് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്ക് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ മുൻപും സലീമിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. INTUC കുന്നുകുളം ചുമട്ടുതൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗം ഇന്ദിരാഭവനിൽ നടന്നു. ഡിസംബർ 28, 29, 30 തീയതികളിലായി തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. INTUC പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, രാജൻ, പ്രമോദ്, സുനിൽ, ദേവൻ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ മുൻ INTUC പ്രസിഡന്റായിരുന്ന V വേണുഗോപാൽ, INTUC ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പതിതറം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 13ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് ഷറഫ് പതിതറം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, VK മോഹനൻ, ജോസ് CV, KV മോഹനൻ എന്നിവർ സംസാരിച്ചു. ജിജോ, റെഡ്നി, രാജൻ, അനിൽ എന്നിവർ നേതൃത്വം നൽകി.
കോട്ടപ്പടി സെലിബ്രേഷൻ കമ്മിറ്റി നിർമ്മാണം പൂർത്തീകരിച്ച ആസ്ഥാന മന്ദിരം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. KCC പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. രോഗികൾക്കുള്ള ചക്ര കസേരകൾ ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ് വിതരണം ചെയ്തു. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. ജെയ്സൺ ജോർജ്, ബാബു വർഗീസ്, P മുരളീധരൻ, K ജയകുമാർ, പോളി ഫ്രാൻസിസ്, റോണി ജോസ്, MD ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിൽ കഥകളിയുടെ ഭാഗമായി ചുട്ടിക്കുത്ത് നടന്നു. കഥകളി ചരിത്രത്തിൽ സവിശേഷ പ്രാധാന്യമുള്ള കലാമണ്ഡലം ബാർബറയാണ് നേതൃത്വം നൽകിയത്. ചടങ്ങ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുദീപ് അന്തക്കൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ നൌഷാദ് അമ്പലപുരം മുഖ്യാതിഥിയായി. കലാമണ്ഡലം വിജയകുമാർ, ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, കവയത്രി ഗീത ദിവാകരൻ, K നന്ദകുമാർ, രശ്മി ബജീഷ് എന്നിവർ സംസാരിച്ചു. രഞ്ജിത്ത് കളരിക്കൽ, രാമൻകുട്ടി കുന്നത്ത്, ടിജോ ജോസ്, KP കൃഷ്ണകുമാർ, പ്രീജ, A സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊട്ടാപ്പിൽ കടപ്പുറം ഫെസ്റ്റിന് തുടക്കമായി. ഡിസംബർ 31 വരെയാണ് ഫെസ്റ്റ്. തീരദേശ മേഖലയിൽ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി ഡിസംബർ 27, 29, 31 തീയതികളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാസാംസ്കാരിക പരിപാടികൾ, ഭക്ഷ്യമേള, കാർണിവൽ, ഷോപ്പിംഗ് വിസ്മയങ്ങൾ എന്നിവ നടക്കും. 27-ന് ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരം സുസ്മിത പ്രഭാകരൻ, നേരമ്പോക്ക് ഫെയിം രാജേഷ് തമ്പുരു, സിനിമാ താരം നൌഷാദ് എന്നിവർ മുഖ്യാതിഥികളാകും. കലാകായിക, വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിക്കും. കാലിക്കറ്റ് സിസ്റ്റേഴ്സ് ഒരുക്കുന്ന ഒപ്പന, സിംഫണി, കരോക്കെ നൈറ്റ് എന്നിവ ഉണ്ടാകും. 29-ാം തീയതി ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം നിർവഹിക്കും. മിമിക്രി കലാകാരൻ ബൈജു മുഖ്യാതിഥിയാകും. ബ്ലാങ്ങാട് ജനകീയ സംഗീത സഭ ഒരുക്കുന്ന മെഹ്ഫിൽ, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടാകും. 31-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം പാഷാണം ഷാജി മുഖ്യാതിഥിയാകും. കാലിക്കറ്റ് മ്യൂസിക് സിറ്റി നയിക്കുന്ന ഗാനമേള, വർണ്ണമഴ എന്നിവ ഉണ്ടാകും. കാർണിവലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സാലിഹ ഷൌക്കത്ത്, VP മൻസൂർ അലി, ശുഭ ജയൻ, നാസിഫ്, ബോഷി, സുനിത പ്രസാദ്, അബ്ദുൽ ഗഫൂർ, മിസ്രിയ മുസ്താഖ് അലി, PM മുജീബ്, PV ഉമ്മർ കുഞ്ഞി, PK അബൂബക്കർ, മുസ്താഖ് അലി, സെക്രട്ടറി PY സാജിദ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. കടകമ്പാൽ തിരുവാതിര വാണിത്തിന്റെ ഭാഗമായി നടന്ന ആർട്ട് കാമ്പാൽ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് മനോഹരമായി. ആർട്ടിസ്റ്റ് NS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VP സണ്ണി അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് NS മോഹനൻ, MP സതീശൻ, ഷിബു KB, KK കൃഷ്ണനുണ്ണി, NK അശോകൻ, KVC ജോഷ് എന്നിവർ സംസാരിച്ചു. കളറിംഗ്, ചിത്രരചന, കഥ, കവിത, പ്രസംഗം എന്നിവ അരങ്ങേറി. ആർട്ട് കാമ്പാലിന്റെ ഭാഗമായി നടന്ന ചലച്ചിത്രമേള സംവിധായകൻ രാംദാസ് കടവലൂർ ഉദ്ഘാടനം ചെയ്തു. NM വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. KA അഭിരാജ്, PS സുകേഷ്, MS ആദിത്യൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി AB ടാക്കീസിന്റെ ഓർമ്മയ്ക്കായി AB ടാക്കീസ് എന്ന പേരിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. ചിറ്റഞ്ഞൂർ ആലത്തൂർ അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധനുപത്ത് മഹോത്സവവും സഹസ്രദീപത്തിന് തുടക്കമായി. ഡിസംബർ 24, 25, 26 തീയതികളിലായിട്ടാണ് ആഘോഷം. അഖണ്ഡനാമജപം, കുട്ടികളുടെ കലാപരിപാടികൾ, വിഷ്ണുപ്രഭ താലക്കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂങ്ങാട്ട് വേട്ടക്കുരു മകൻ ക്ഷേത്രത്തിൽ നിന്നും താലം എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് അമ്മാട്ട്, സെക്രട്ടറി സുരേന്ദ്രൻ കറുത്തേടത്ത് എന്നിവർ നേതൃത്വം നൽകും. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓക്സിലറി അംഗങ്ങളുടെ യുവതീ സംഗമം ഓക്സോ മീറ്റ് 2023 നടന്നു. TMVHS സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷയായി. ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കുടുംബശ്രീ പതാക ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത്, ജയകുമാർ, ബിന്ദു ധർമ്മൻ, ബ്ലോക്ക് മെമ്പർ ശാരിക, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലാജി, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, CDS മെമ്പർമാർ, ജില്ലാ മിഷൻ DPM വിനീത, BC വാഹിബ, അക്കൌണ്ടന്റ് മഞ്ജുള എന്നിവർ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച 17-ാം വാർഡിലെ ഓക്സിലറി ഗ്രൂപ്പിനെ മൊമെന്റോ നൽകി ആദരിച്ചു. ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും കരാട്ടെ മാസ്റ്റേഴ്സുമാരായ ജിസ്മ, ഷെറിൻ എന്നിവർ കരാട്ടെ ഡെമോ അവതരിപ്പിച്ചു. CDS മെമ്പർ സരിത സുരേഷ് നന്ദി പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചെറായി കൊച്ചമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളായി നടത്തിയ സഹസ്രദീപം, അയ്യപ്പൻ വിളക്ക് എന്നിവ സമാപിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരുന്നു ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അരിത്തിരിയും നാളികേരവും നിരത്തി സഹസ്രദീപവും പ്രത്യേക പൂജകളും ഉണ്ടായി. 23 നടത്തിയ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് അയിരൂർ ആറന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദി, മുടുക്കുപാട്ട്, താളം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു.
തുടർന്ന് ഭജന, അന്നദാനം, പൊലിപ്പാട്ട് എന്നിവയും നടന്നു. പുലർച്ചെ തിരിയൊഴിച്ചൽ, വെട്ടുതട എന്നിവയോടെ സമാപനമായി. ഇയാൾ രാമചന്ദ്ര ഗുരുസ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. മാറഞ്ചേരി ഗവൺമെന്റ് ITIയിൽ UDSFന് ചരിത്ര വിജയം. 19 വർഷത്തിന് ശേഷമാണ് UDSF യൂണിയൻ വിജയിച്ചത്. മാറഞ്ചേരി ഗവൺമെന്റ് ITI രൂപീകരിച്ച ശേഷം ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാതിരുന്ന UDSF ഇത്തവണ 6ൽ 5 സീറ്റും നേടിയാണ് യൂണിയൻ പിടിച്ചെടുത്തത്. ജനറൽ സെക്രട്ടറി സീറ്റിൽ മാത്രമാണ് SFIക്ക് വിജയിക്കാനായത്. ചെയർമാൻ, മാഗസിൻ എഡിറ്റർ, ജനറൽ ക്യാപ്റ്റൻ, ഫൈനാൻസ് സെക്രട്ടറി എന്നീ സീറ്റുകൾ UDSF മുന്നണി തൂത്തുവാരി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി UDSF ആഹ്ലാദ പ്രകടനം നടത്തി. എരുവപ്പെട്ടി മങ്ങാട് ചാത്തംകുള റോഡിന് സമീപം ബൈക്കിന് പുറകിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ചിറ്റണ്ട തേക്കുംകാട്ടിൽ വീട്ടിൽ രാധയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റ രാധ എരുവപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ ജില്ലാ കലാമേള സപ്തവർണ്ണം 2023 കുന്നുകുളം ടൗൺ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. പ്രസിദ്ധ കഥകളി നടനും മുൻ കലാമണ്ഡലം പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SPSS സംസ്ഥാന നേതാക്കളായ ഡോക്ടർ ഗോപിനാഥൻ, TR ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് പ്രാദേശിക സഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 7 കലാകാരന്മാരെ പുഷ്പക കലാശ്രീ അവാർഡ് നൽകി ആദരിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. വിപണി ഏത് ബജറ്റിനും ഇണങ്ങിയ ഏറ്റവും പുതിയ കളക്ഷനുമായി പർപ്പിൾ ഗാർമെന്റ്സ് കുന്നംകുളത്തെ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അന്നപൂർണ ഹോട്ടൽ ബിൽഡിംഗിലാണ് പർപ്പിൾ ഗാർമെന്റ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി നിർവഹിച്ചു. ഏത് ബഡ്ജറ്റിനും ഇണങ്ങിയ ഏറ്റവും പുതിയ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലേഡീസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ, ഷർട്ട് പീസുകൾ, പെർഫ്യൂംസ് എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹജ്ജ് ആൻഡ് ഉംറ ഐറ്റംസുകളും പർദ്ദകളും ഇവിടെ ലഭ്യമാണ്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ലഭിക്കുന്നു. 1ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനം മിക്സി, 3ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും. പർപ്പിൾ ഗാർമെന്റ്സ്, അന്നപൂർണ ഹോട്ടൽ ബിൽഡിംഗ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഫോൺ 9846018206 9048432099. കടപ്പുറം അഞ്ചങ്ങാടി വളവ് ബ്ലാക്ക് കാറ്റസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ സവാഹിർ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മേള കടപ്പുറം കോസ്റ്റൽ പോലീസ് SI PI ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അർഷാദ് അലി, സെക്രട്ടറി യൂനസ് PA, ഫത്താഹ് ചാലിൽ, അഞ്ചങ്ങാടി വളവ് ട്രഷറർ ഫർവാൻ അബൂബക്കർ, കബീർ CT എന്നിവർ സംസാരിച്ചു. സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുന്ന മുദ്രാവാക്യവുമായി നടക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വ്യക്തികൾ, വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണവും ബോധവൽക്കരണവും നടത്തി. ഡിസംബർ 24 ഞായറാഴ്ച ഗൃഹസമ്പർക്ക ദിനമായി ആചരിച്ചു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, സാമൂഹിക പ്രവർത്തകൻ രവി പുത്തൻകുളം, മൊയ്തീൻ ബാവ, അബ്ദുള്ള പുത്തൻകുളം, TV യൂസഫ്, ഹിഷാം താലിബ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 3 നടക്കുന്ന സെക്രട്ടേറിയറ്റ് വളൽ പ്രക്ഷോഭ സമരത്തിന് ജനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഗൃഹസമ്പർക്ക ദിനത്തിന്റെ ഭാഗമായി നടക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു. വേലൂരിൽ രാത്രിയുടെ മറവിൽ അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. സൊസൈറ്റി പാടത്തിന് സമീപമാണ് റോഡിൽ അറവ് മാലിന്യം കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരായ വിജിനി ഗോപി, സ്വപ്ന രാമേന്ദ്രൻ, CD സൈമൺ എന്നിവരുടെ നേതൃത്വത്തിൽ മാലിന്യം കുഴിച്ചുമൂടി. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ചർമ്മം വെള്ളാറ്റഞ്ഞൂർ ചോരയക്കാട്ട് വളപ്പിൽ രാമകൃഷ്ണൻ എഴുത്തച്ഛൻ ഭാര്യ പത്മിനി രാമകൃഷ്ണൻ നിര്യാതയായി. 58 വയസ്സായിരുന്നു. രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘത്തിലെ താൽക്കാലിക ജീവനക്കാരിയും കൂട്ടുമുച്ചിക്കൽ ക്ഷേത്ര കമ്മിറ്റി അംഗവും വാർഡ് ജാഗ്രതാ സമിതി അംഗവും സജീവ കുടുംബശ്രീ പ്രവർത്തകയും മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമാണ് പത്മിനി.
ജിതിൻ, നിതിൻ എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പള്ളം പുണ്യതീരത്ത് നടക്കും. കുന്നംകുളം നഗരസഭ 22-ാം വാർഡ് മുൻ കൗൺസിലറും നഗരസഭ പ്രതിപക്ഷ നേതാവുമായിരുന്ന KB ഷിബുവിന്റെ പിതാവ് കരുമത്തിൽ ഭാസ്കരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പഴഞ്ഞി മെയിൻ റോഡ് IG സ്കൂളിന് സമീപം വടക്കേ തലക്കൽ സൈമൺ ഭാര്യ ജെസ്സി നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. സൈജൻ, ജെൻസൺ, ജെനി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ്. തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ക്രൈസ്തവ സമൂഹം ഒരുങ്ങി. CCTV പ്രേക്ഷകർക്കായി ക്രിസ്മസ് ആശംസകൾ നേർന്ന് ഇടയ ശ്രേഷ്ഠർ. അരിയന്നൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രികൻ മരിച്ചു. മരിച്ചത് കണ്ടാണശ്ശേരി മണപ്പറമ്പിൽ കുഞ്ഞുകുട്ടൻ എന്ന ശ്രീനിവാസൻ. അപകടം ഞായറാഴ്ച രാവിലെ 8 മണിയോടെ മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപം. പ്രസിദ്ധമായ നെല്ലുവായി വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഞായറാഴ്ച രാവിലെ 7:15 ദ്വാദശി പണം സ്വീകരിക്കൽ, ദ്വാദശി ഊട്ട് എന്നീ ചടങ്ങോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.tv. നമസ്കാരം.